വചനജായ 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 വചനജായ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വചനഭാഗമാണ് ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുന്നത്. യേശുവിലുള്ള കാഴ്ച ക്രിസ്തു ശിഷ്യൻ്റെ അവകാശമാണ്. യേശുവിൻ്റെ കണ്ണുകളിലൂടെ എല്ലാം കാണാൻ സാധിക്കുന്നത് ക്രിസ്തു ശിഷ്യൻ്റെ മഹാഭാഗ്യം തന്നെയാണ്. സുവിശേഷം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒരു കുരുടനെ നയിക്കാൻ സാധിക്കുമോ? രണ്ടുപേരും കുഴിയിൽ വീഴുകയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈശോ സുവിശേഷം തുടങ്ങുന്നത്. കുരുടൻ കാഴ്ചയില്ലാത്തവനാണ്. അപ്പം കാഴ്ചയുടെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ സൂചിപ്പിക്കുന്നത്. കാഴ്ചയുടെ സമൃദ്ധി ക്രിസ്തു ശിഷ്യൻ നേടിയെടുക്കേണ്ടൊരു തലമാണ്. അത് ബാഹ്യമായ കാഴ്ച മാത്രമല്ല, ആന്തരികമായ കാഴ്ചയും. അതായത് കാഴ്ചയും ഉൾക്കാഴ്ചയും ആന്തരികമായൊരു തുറവിയും ഈശോ ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. കാഴ്ചയുടെ സമൃദ്ധിയിലാണ് ഈശോ കാണുന്നത് പോലെയെല്ലാം കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ കാണുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണുനീര് കാണും, അവരുടെ വേദന കാണും. അതിൽ നിന്നും ഈശോയിലുണ്ടായിരുന്ന അനുകമ്പ ക്രിസ്തു ശിഷ്യൻ്റെയും അനുകമ്പയായിട്ട് മാറും. അത് കണ്ണു തുറന്ന് കാര്യങ്ങൾ കാണുമ്പോഴാണ് ക്രിസ്തു കാണുന്നത് പോലെ. അത് കാഴ്ചയുടെ സമൃദ്ധിയാണ്. അത് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ഈശോ കൊടുക്കുന്ന ഉപദേശം തൻ്റെ ശിഷ്യന്മാർക്ക്. ഒപ്പം തന്നെ കാഴ്ചയുടെ പരിമിതിയെക്കുറിച്ചും സുവിശേഷം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരുവൻ്റെ കണ്ണിൽ വലിയ തടി കിടക്കുകയും മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കാനുള്ള ശ്രമം ഇതാണ്. സ്വന്തം കണ്ണിലെ തടി കാണാതിരിക്കുകയും അവരൻ്റെ കണ്ണിലെ കരട് കാണുന്ന അവസ്ഥ എന്ന് പറയുന്നത് കാഴ്ചയുടെ പരിമിതി തന്നെയാണ്. കാരണം സ്വന്തമായിട്ടുള്ള നന്മകളും കുറവുകളും ഒരുവന് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ അവരനിലെ വീഴ്ചകളും കുറവുകളും അവനിലെ പാപവും ഒത്തിരി കാണുന്നു. പിന്നെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. സ്വന്തമായിട്ടുള്ള കുറവുകളെ കാണാനായിട്ടുള്ള മടിയും, ഒപ്പം തന്നെ അതിനെ നേരിടാനായിട്ടുള്ള ധൈര്യക്കുറവും, ഒപ്പം തന്നെ അതിനെല്ലാം മറച്ചു പിടിക്കാനായിട്ട് അവരൻ്റെ ജീവിതത്തിലെ ചെറിയ വീഴ്ചകൾ പോലും ആഘോഷിക്കുന്നൊരു അവസ്ഥ. അത് കാഴ്ചയുടെ പരിമിതിയാണ്. അതാണ് ശരിക്കും കാഴ്ചയില്ലാത്ത അവസ്ഥയായിട്ട് ഈശോ പറയുന്നത്. അത് ക്രിസ്തു ശിഷ്യൻ നടന്നു പോകേണ്ട ഒരു വഴിയല്ല. ഈ കാഴ്ചയുടെ പൂർണ്ണതയിലേക്ക് ക്രിസ്തു ശിഷ്യൻ വരണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് സൈബർ ലോകത്ത് നടക്കുന്ന പല രീതിയിലുള്ള ആക്രമണങ്ങളും ഇതിൻ്റെ ഒരു തലത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കും. അവിടെ സ്വയം നീതീകരിച്ചുകൊണ്ട് അവരൻ്റെ ചെറിയ വീഴ്ചകൾ പോലും പല രീതിയിലും ആഘോഷിച്ചുകൊണ്ടുള്ള സൈബർ ബുള്ളിംഗ് ഒക്കെ ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ മാറ്റിയെടുക്കേണ്ടൊരു യാഥാർത്ഥ്യവും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായവും ഒന്ന് കണക്ട് ചെയ്ത് വ്യാഖ്യാനിച്ചു പോകുന്നത് നല്ലതാണ്. അവിടെയും ഒരു കുരുടൻ്റെ കാര്യം പറയുന്നുണ്ട്. കാഴ്ചയില്ലാത്തവൻ ഈശോ സൗഖ്യം കൊടുക്കുന്നൊരു സംഭവം അവിടെ പറയുന്നുണ്ട്. ആദ്യം അവൻ്റെ കണ്ണിലേക്ക് തുപ്പിയിട്ടവന് കാഴ്ച കൊടുക്കാനായിട്ട് ഈശോ ശ്രമിക്കുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, നീ എന്ത് കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഞാൻ കാണുന്നുണ്ട്, പക്ഷെ മനുഷ്യരെ മരങ്ങളെപ്പോലെയാണ് കാണുന്നത്. മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്നില്ല. അത് കാഴ്ചയുടെ അപൂർണതയാണ്, കാഴ്ചയുടെ പരിമിതിയാണ്. കാഴ്ചയുടെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അവിടെയാണ് ഈശോ ഒരു രണ്ടാമത്തെ ഒരു സ്പർശനം കൊടുത്തുകൊണ്ട് ചോദിക്കുന്നത്, ഇപ്പോൾ നീ എന്ത് കാണുന്നു? അവൻ്റെ കണ്ണിൽ തൊട്ടുകൊണ്ട് ഈശോ ചോദിക്കുന്നതാണ്. അപ്പോൾ പറയുന്നു, ഇപ്പം ഞാൻ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്നു. അതാണ് കാഴ്ചയുടെ പൂർണ്ണത. ഇതാണ് ക്രിസ്തു ശിഷ്യൻ നടന്നെടുക്കേണ്ടൊരു 2-ാം തലം എന്ന് പറയുന്നത്. ഇതാണ് ഒരു സെക്കൻഡ് കൺവെർഷൻ എന്ന് പറയുന്ന ഇതാണ് ക്രിസ്തു ശിഷ്യൻ്റെ ഒരു നേടിയെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതാണ് കാഴ്ചയുടെ പൂർണ്ണതയിലേക്ക് ഈശോയുടെ കൈപിടിച്ചുകൊണ്ട് നടക്കുക. നമ്മൾ വലിയ നോൻപിലേക്കൊക്കെ അടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ഉള്ളിൽ കോറിയിടാവുന്നൊരു വലിയ
തീരുമാനം ഇതാണ്. കുരിശിൻ്റെ വഴികളിലൂടെയും മറ്റ് ധ്യാനചിന്തകളിലൂടെയും നമ്മൾ ഈ 1-2 മാസം കടന്നു പോകുമ്പോൾ നേടിയെടുക്കേണ്ട ഒരു കാര്യം ഇതാണ്. ക്രിസ്തുവിനെ പോലെ കാര്യങ്ങൾ കാണാനും ക്രിസ്തുവിനെ പോലെ കാര്യങ്ങൾ വിവേചിച്ചറിയാനും അവരോടൊക്കെ അനുകമ്പ കാണിക്കാനും മനുഷ്യരെ മനുഷ്യരായി തിരിച്ചറിയുവാനും മനുഷ്യരെ മരങ്ങളായി കാണാതിരിക്കുവാനുമായിട്ടുള്ള ആ വലിയൊരു തീരുമാനം, അതുതന്നെയാണ് ഏറ്റവും വലിയ മാനസാന്തരവും. ഒരുപക്ഷേ ഈ സുവിശേഷ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം, വെളിപാടിൻ്റെ ഗ്രന്ഥം 3-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ കാഴ്ചയെക്കുറിച്ചൊരു ചിന്ത പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? നിങ്ങളുടെ കാഴ്ചയുടെ പൂർണ്ണത കിട്ടുവാനായിട്ട് എൻ്റെ കയ്യിൽ നിങ്ങൾ അഞ്ജനം വാങ്ങുക. ഈ അഞ്ജനം എന്തിനാണ് വാങ്ങുന്നത്? അഞ്ജനം വാങ്ങിക്കൊണ്ട് അത് കണ്ണിൽ എഴുതുക. ദൈവം തരുന്ന അഞ്ജനം വാങ്ങി നമ്മളുടെ കണ്ണിലെഴുതി കഴിയുമ്പോൾ കാഴ്ചയുടെ പൂർണ്ണതയിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കണ്ണ് തുറന്നുകൊണ്ട് മറ്റുള്ളവരുടെ നന്മ കാണാനായിട്ട് സാധിക്കും. മറ്റുള്ള കണ്ണിലെ കരടല്ല, അവരുടെ ജീവിതത്തിലെ നന്മകളും വിശുദ്ധിയുമൊക്കെ നമുക്ക് കാണാനും അതിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാനുമായിട്ട് സാധിക്കും. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ പാത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുതന്നെയാണ് കാഴ്ചയുടെ സമൃദ്ധിയിലേക്ക് ക്രിസ്തുവിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമുക്ക് നടന്നു മുന്നേറാം. ഈ പ്രത്യാശയുടെ വർഷത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരെന്ന് പറയുമ്പോൾ കാഴ്ചയുള്ള വ്യക്തികൾ അവർ നടത്തുന്ന യാത്രയാകട്ടെ. അതിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. വചനജായ 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 വചനജായ